സർ, ഒരു 1.5 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ട്. രാവിലെ കളിച്ചുകൊണ്ടിരുന്നപ്പം കസേരയിൽ നിന്ന് താഴെ പോയതാണ്. തലയടിച്ച വീണേ. അന്നേരം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വൈകുന്നേരം പാൽ കുടിച്ച് കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് ഛർദ്ദിച്ചു കഴിഞ്ഞപ്പം മയങ്ങി പോകുന്നു. ഞാൻ നോക്കിയിട്ട് കുഴപ്പമൊന്നും കാണുന്നില്ല. പക്ഷേ പാരൻസ് ഭയങ്കര ആങ്ഷ്യസാണ്. എന്താ ചെയ്യേണ്ടത് സർ? CT എടുക്കണോ? നമ്മുടെ ER ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഞാനിപ്പോൾ വിവരിച്ചത്. കുട്ടികൾ വീഴുന്നതും തല മുട്ടുന്നതും ഒക്കെ വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ്. തലയ്ക്ക് പരിക്കേൽക്കുന്ന സിറ്റുവേഷനിൽ എപ്പോഴൊക്കെയാണ് ബ്രെയിൻ ഇഞ്ചുറി സംശയിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി, തലയ്ക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം. വീഴ്ചകൾ, പ്രത്യേകിച്ചും ഉയരത്തിൽ നിന്നുള്ള വീഴ്ചകൾ. അത് ഒരു 1.5 മീറ്റർ അല്ലെങ്കിൽ ഒരു 5 അടിയിലേറെ പൊക്കത്തിൽ നിന്നുള്ള വീഴ്ച. വാഹനാപകടങ്ങൾ, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് തെറിച്ച് വീഴുക അല്ലെങ്കിൽ വാഹനം ഇടിച്ചു വീഴ്ത്തുക. ഭാരമുള്ള വസ്തുക്കൾ പൊക്കത്തിൽ നിന്ന് തലയിൽ വന്ന് വീഴുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് തലച്ചോറിന് ക്ഷതമേൽക്കാനായി സാധ്യത കൂടുതലുള്ളത്. അതേസമയം കട്ടിലിൽ നിന്ന് ഉറക്കത്തിൽ താഴെ വീഴുക, തൊട്ടിലിൽ നിന്ന് വീഴുക, കളിക്കുമ്പോൾ തെന്നി വീഴുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മിക്കപ്പോഴും തലയോട്ടിക്ക് പുറമേ ഉള്ള ചതവുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. രണ്ടാമതായി, പരിക്കേറ്റതിന് ശേഷം കാണിക്കുന്ന ലക്ഷണങ്ങൾ. തലയ്ക്ക് പരിക്കേറ്റതിന് ശേഷം ബോധക്ഷയം ഉണ്ടാവുക, പരിക്കേറ്റതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പരിക്കേറ്റതിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ ഓർക്കാൻ സാധിക്കാതെ വരിക, കൺഫ്യൂസ്ഡ് ആയതുപോലെ അല്ലെങ്കിൽ സ്ഥലകാല ബോധമില്ലാത്തതുപോലെ പെരുമാറുക, മൂക്കിൽ നിന്ന് രക്തം വരിക, ശക്തമായിട്ടുള്ള തലവേദന, തുടർച്ചയായുള്ള ഛർദി, കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ ചെവിക്ക് പുറകിൽ നീല നിറം വരിക തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടെങ്കിൽ സാരമായ ഹെഡ് ഇഞ്ചുറി അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് സംശയിക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ കുഞ്ഞിനെ എത്തിക്കാനായി ശ്രദ്ധിക്കുക.